ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ ടോപ്പിക് വന്ന് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. അത് നമുക്ക് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. ഇൻഷുറൻസ് ഈസ് എ ഫോം ഓഫ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ പോസിബിൾ റിസ്ക്. ഒരു പോസിബിൾ റിസ്കിൻ്റെ എഗെയിൻസ്റ്റ് ആയി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇതിനെയാണ് നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് വിച്ച് ഹെൽപ്സ് ഇൻ ഷിഫ്റ്റിംഗ് റിസ്ക് ടു ഇൻഷുർ ഇൻ കൺസിഡറേഷൻ ഓഫ് നോർമൽ കോസ്റ്റ്. ഒരു നോർമൽ കോസ്റ്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുർക്ക് നമ്മുടെ റിസ്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. The aim of all insurance is to compensate the owner against the loss arising from variety of risk. ഇൻഷുറൻസ് കമ്പനീസിൻ്റെ മെയിൻ എയിം എന്നത് ഓണറിൻ്റെ ലോസ് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാനാണ്. വെറൈറ്റി ഓഫ് റിസ്ക് നടക്കുമ്പോൾ ആ ഓണർക്ക് കുറച്ച് ലോസ് ഉണ്ടാകും. ആ ലോസിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. എന്തിൻ്റെ പരമായിട്ടൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നത് ലൈഫിൻ്റെ എഗൻസ്റ്റ് ലൈഫിൽ, പ്രോപ്പർട്ടീൻ്റെ ബേസിൽ, പിന്നെ ബിസിനസ് ബേസിലൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന പറയുന്നത്. Insurance allows the individual, business and other entities to protect themselves against a significant potential loss and financial hardship at a reasonable affordable rate. ഇൻഷുറൻസ് എന്തിനു വേണ്ടി എടുക്കുന്നത് വെച്ചാൽ ബിസിനസ്സിലും ഇൻഡിവിജ്വലിലും അതായത് ലോസ് സംഭവിച്ചാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അവർക്കൊരു പ്രൊട്ടക്ഷണൽ ലോസ് വന്നാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അവർ പ്രീമിയം പേ ചെയ്യേണ്ടി വരും. ഒന്നിലെ പ്രീമിയം ഹാഫ് ഇയർലി പേ ചെയ്യാം, ഇല്ലെങ്കിൽ ഇയർലി ഇല്ല ക്വാർട്ടർലി ആയിട്ട് പേ ചെയ്യാം, ഇല്ല മന്ത്ലി പേ ചെയ്യുന്ന ഇൻഷുറൻസും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. ടൈപ്പ് ഓഫ് ഇൻഷുറൻസിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, മറൈൻ ഇൻഷുറൻസ് ഉണ്ട്, ഫയർ ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയും. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന് എഗൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ലൈഫ് ഇൻഷുറൻസ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഒന്നിൽ നമുക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ അപ്പോൾ നമുക്ക് ഈ ലംസംസ് നമ്മൾ പ്രീമിയം പേ ചെയ്യുമല്ലോ ഇൻഷുറൻസ് കമ്പനി. അതായത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുവേഴ്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനി നമ്മൾ തമ്മിൽ എഗ്രിമെൻ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ് പറയുന്നത്. അപ്പോൾ അതായത് ഇൻഷുറൻസ് നമ്മളെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രീമിയം പേ ചെയ്യും ഇൻഷുറൻസ് കമ്പനിക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ച് എന്തെങ്കിലും നമ്മൾ മരണപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ പ്രീമിയം പേ ചെയ്യുന്ന ആ ലംസം എമൗണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ മെച്യൂരിറ്റി ഡേറ്റിൽ നമുക്ക് എന്താണ് ഇത് കിട്ടും, ലംസം എമൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് മരണപ്പെട്ടാൽ, ഇല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഒന്നില്ലെങ്കിൽ മരണപ്പെട്ട ഇല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ്, ഇതിന് ഏതാണ് വിച്ച് എവർ ഈസ് ഏർലിയർ നമുക്ക് ലംസം എമൗണ്ടും നമ്മൾ അടച്ച പ്രീമിയം കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് ജനറൽ ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസ് എന്തെന്ന് വെച്ചാൽ ഒരു നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അതായത് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് അണ്ടറിൽ വരാത്ത എല്ലാ ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാം. ജനറൽ ഇൻഷുറൻസ് വെഹിക്കിളിൻ്റെ ബേസിലോ ഹോം ഓണേഴ്സിലോ അങ്ങനെ വെഹിക്കിൾസ്, മറൈൻ അങ്ങനത്തെ വെഹിക്കിൾസ് നമ്മൾ അതായത് പ്രോപ്പർട്ടീൻ്റെ ബേസിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമുക്ക് നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ അപ്പോൾ ലംസം എമൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതായത് ലൈഫ് ഇൻഷുറൻസും നോൺ ലൈഫ് ഇൻഷുറൻസും ഡിഫറൻസ് ഉണ്ട്. നോൺ ലൈഫ് ഇൻഷുറൻസ് എന്തെങ്കിലും ഡാമേജ്, എന്തെങ്കിലും പ്രോപ്പർട്ടി ലോസായ, എന്തെങ്കിലും അവിടെ ഒരു റിസ്ക് വന്നാൽ മാത്രമേ നമുക്ക് ഈ ലംസം എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫയർ ഇൻഷുറൻസ് ബേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഫയർ ഇൻഷുറൻസ് നടന്നാൽ മാത്രമേ നമുക്ക് അവിടെ ലംസം ഇൻഷുർ എമൗണ്ട് കിട്ടുള്ളൂ. പക്ഷേ എന്നാൽ ലൈഫ് ഇൻഷുറൻസിൽ എന്താ പറയുന്നത്, ഒന്നില്ലെങ്കിൽ മരണം, ഇല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ്, ഇത് ചെറിയ ഏർലിയറിലാണ് നമുക്ക് ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ഇൻഷുറൻസ് വെഹിക്കിൾസിൻ്റെ ബേസിലും പിന്നെ പ്രോപ്പർട്ടിൻ്റെ ബേസിലും എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ മറൈൻ ഇൻഷുറൻസ് covers the loss or damage of ship, cargoes, terminal and transport or cargo which property is transferred, acquired or held between the point to original final. അപ്പോൾ നമ്മൾ മറൈൻ ഇൻഷുറൻസ് എന്തിന് ഷിപ്പിലും കാർഗോയിലും പിന്നെ എന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് കാർഗോ അതിൻ്റെ ബേസിസിൽ എടുക്കുന്ന ഇൻഷുറൻസിനെ മറൈൻ ഇൻഷുറൻസ് തന്നെയാണ്. അത് എങ്ങനെ ഹെൽഡ് ബിറ്റ്വീൻ ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ ബേസിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ, എന്തെങ്കിലും
എന്തെങ്കിലും റിസ്ക് നടന്നാൽ, എന്തെങ്കിലും പോസിബിലിറ്റി ഓഫ് റിസ്ക്, പോസിബിലിറ്റി ലോസ് അവിടെ സംഭവിച്ചാൽ മറൈൻ ഇൻഷുറൻസ് നമുക്ക് എടുക്കും. മറൈൻ ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് ഫയർ ഇൻഷുറൻസ്. നേരത്തെ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ to indemnify the insured for destruction and damage to property of goods caused by the fire during the specific period. The contract specifies the maximum amount agreed by the parties at the time of contract, which is insured can claim the case of cost. The amount is not, however, the measure of loss. ഇവിടെ പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഫയർ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമ്മൾ അവിടെ ഇൻഷ്യൂർഡ് കമ്പനിയാണെങ്കിൽ നമുക്ക് മാക്സിമം എമൗണ്ട് എടുക്കാൻ പറ്റില്ല. എത്രയോ ലോസ് അത്ര വരെ ഇവിടെ ഇൻഷുർ എമൗണ്ട് കൊടുക്കുള്ളൂ പറയുന്നത്. അപ്പോൾ ഫയർ ഇൻഷുറൻസ് പറയുന്നത് ഫയറിൻ്റെ ബേസിസ് എടുക്കുന്ന ഇൻഷുറൻസിനെ ഫയർ ഇൻഷുറൻസ് എടുക്കാം. പിന്നെ അടുത്താണ് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പ്രൊപ്പോസൽ ആൻഡ് ദ ഇൻഷുറൻസ് കമ്പനി that mention the insurance company will pay a portion of medical expenses if the insured is sick or injured or need of medical care. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ആരുടെ കോൺട്രാക്റ്റ് തമ്മിലാണ്? ഒന്ന് പ്രൊപ്പോസറും ഇൻഷുറൻസ് കമ്പനി ഒരു കോൺട്രാക്റ്റാണ് അവർ. അത് ഇൻഷുറൻസ് കമ്പനി എന്ത് മെൻഷൻ അവിടെ പറഞ്ഞിരിക്കണമെന്നാൽ ഒരു പോർഷൻ ഓഫ് മെഡിക്കൽ എക്സ്പെൻസ് ഇൻഷുറിന് കൊടുക്കുന്നു പറയുന്നത്. അല്ലെങ്കിൽ ഇൻഷുർഡ് സിക്കാണ്, അല്ലെങ്കിൽ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംബന്ധിച്ച ഒരു പോർഷൻ ഓഫ് എമൗണ്ട് മെഡിക്കൽ എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എന്തൊക്കെയാണ് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസിൻ്റെ, ജനറൽ ഇൻഷുറൻസിൻ്റെ, മറൈൻ ഇൻഷുറൻസിൻ്റെ, ഫയർ ഇൻഷുറൻസിൻ്റെ, മെഡിക്കൽ ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. പിന്നെ ഇൻഷുറൻസ് കമ്പനി എന്താണെന്ന് ആദ്യം നോക്കാം. ഇൻഷുറൻസ് കമ്പനി എന്ന് വെച്ചാൽ the insurance companies concentrate on fulfilling the insurance need of the community. ഇൻഷുറൻസ് കമ്പനി എന്തിനു കോൺസെൻട്രേറ്റ് ചെയ്യുന്നു വെച്ചാൽ ഇൻഷുറൻസ് നീഡ്സ്, കമ്മ്യൂണിറ്റിയിലെ ഇൻഷുറൻസ് നീഡ് ഫുൾഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അതൊന്നും ലൈഫായും ഇല്ല നോൺ ലൈഫ് ഇൻഷുറൻസ് ആകാം. ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ഇൻഷുറൻസ് പോളിസി വിച്ച് ആർ ലീഗലി ബൈൻഡിങ് കോൺട്രാക്ട് ഫോർ വിച്ച് പോളിസി ഓർഡേഴ്സ് പേ ഇൻഷുറൻസ് പേയും. ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ഒരു ഇൻഷുറൻസ് പോളിസി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻ്റ് അല്ലേ അവരുടെ. അപ്പോൾ ഒരു പോളിസി കൊടുക്കുമ്പോൾ പോളിസി ഹോൾഡർ എന്ത് ചെയ്യും? ഇൻഷുറൻസ് പ്രീമിയം അവർക്ക് പേ ചെയ്യും. ആസ് പെർ ദ ഇൻഷുറൻസ് കോൺട്രാക്ട് ദ ഇൻഷുറൻസ് കമ്പനി പ്രോമിസ് ടു പേ സ്പെസിഫിക് സം കണ്ടീഷൻ ഓൺ ദ ഒക്യുറൻസ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്. അതായത് അപ്പോൾ ആ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി പ്രോമിസ് ചെയ്യും. അതായത് ഒരു സ്പെസിഫിക് ലംസം മണി ഫ്യൂച്ചറിൽ അവർ പേ ചെയ്യും. അത് ആ ഈവൻറ്റ് നടക്കുമ്പോൾ സ്പെസിഫിക് സം ഓഫ് കണ്ടീഷൻ മണി ഫ്യൂച്ചറിൽ പേ ചെയ്യുന്നതൊക്കെ ഒന്നിൽ ഡെത്ത് ആകാം, ഇല്ലെങ്കിൽ ആക്സിഡൻ്റ് ആകാം. ദി ഇൻഷുറൻസ് കമ്പനി ആർ റിസ്ക് ബേരിയേഴ്സ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു റിസ്ക് ബേരിയേഴ്സ് ആണ് പറയുന്നുണ്ട്. ദി അക്സെപ്റ്റ് ഓർ അണ്ടർറൈറ്റ് ദ റിസ്ക് ഇൻ റിട്ടേൺ ഓഫ് ഇൻഷുറൻസ് പേ. ഒന്നിൽ അവർ അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ റിസ്കിനെ അണ്ടർറൈറ്റ് ചെയ്യും. റിട്ടേൺ എന്താണ്? അവരുടെ ഇൻഷുറൻസ് പ്രീമിയമാണ് അവരുടെ റിട്ടേൺ. പിന്നെ അവർ പറഞ്ഞു ഇൻഷുറൻസ് പ്രീമിയം ഇൻഷുറൻസ് കമ്പനി കളക്ട് ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യും. ഇനിഷ്യൽ മേക്ക് പേയ്മെൻറ്റ് ലൈറ്റർ. അപ്പോൾ ലംസം എപ്പോഴാണ് ലൈറ്റർ അവർ പേ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് ദ പേയ്മെൻറ്റ് ഈസ് ഡൺ വെൻ ഇൻഷുർഡ് ഡെത്ത് ഓർ ഇൻഷുർഡ് ഇവൻറ്റ് ഓക്കർ. ഒന്നില്ലെങ്കിൽ ഇൻഷുറൻസ് ആ പേയ്മെൻറ്റ് എപ്പോൾ നടക്കും? ഡെത്ത് സമയത്ത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്ന പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു സോഴ്സ് ഇൻകം, നെയിംലി ഇനീഷ്യൽ അണ്ടർറൈറ്റിംഗ് ഇൻകം. ഇൻഷുറൻസ് കമ്പനീന് ഇൻഷുറൻസ് കമ്പനിയിൽ അവർക്ക് രണ്ട് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ അണ്ടർറൈറ്റിംഗ് ഇൻകം, അതായത് ഇൻഷുറൻസ് പ്രീമിയം പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം വേരി ചെയ്യുന്ന പഠിക്കണം. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് വേരി ചെയ്യുന്ന പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അത് മേജർ എക്സ്പെൻസ് ഓഫ് ഇൻഷുറൻസ് കമ്പനി ഈസ് പേയ്മെൻറ്റ് ഓൺ ഇൻഷുറൻസ് പോളിസീസ്. അപ്പം ഇൻഷുറൻസിൻ്റെ മേജർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് പോളിസീന് പേയ്മെൻറ്റ് ആണ്. ദിസ് പേയ്മെൻറ്റ് വെരി എമൗണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഓരോ പോളിസി ഓരോന്നല്ലേ, അപ്പോൾ അങ്ങനെ വേരി ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ പിന്നെ വേറെ അവരുടെ ഇൻഷുറൻസ് കമ്പനി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കുറിച്ചും പറയുന്നുണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുന്നത്? ഓക്കെ വെയിറ്റ്. ഇൻഷുറൻസ് കമ്പനീസ് വർക്ക് ബൈ പൂളിംഗ് ഓഫ് റിസ്ക്. ഇൻഷുറൻസ് കമ്പനി പറയുന്നത് സെറ്റ് ഓഫ് പൂളിംഗ് ഓഫ് റിസ്ക് ആണ്. പൂളിംഗ് ഓഫ് റിസ്ക് സിംപ്ലി മീൻസ് ദാറ്റ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വാണ്ട് ടു ഇൻഷുർ അഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ ലോസ് പേ ദെയർ പ്രീമിയം ഇൻ ടു ഇൻഷുറൻസ് ബക്കറ്റ്. അതായത്
ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പർട്ടിക്കുലർ ലോസിൻ്റെ എതിരെ അവർ എഗൻസ്റ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ അവർ പ്രീമിയം ഒരു ബക്കറ്റിൻ്റെ ഇൻഷുറൻസ് ബക്കറ്റ് ഒരു ലംസമായിട്ട് പേ ചെയ്യും. ഓർ ഇപ്പോൾ ദ നമ്പർ ഓഫ് ഇൻഷുർഡ് ഇൻഡിവിജ്വൽ ഈസ് സോ ലാർജ് ദെൻ ദി ഇൻഷുറൻസ് കമ്പനി ക്യാൻ യൂസ് സ്റ്റാറ്റിക്കൽ അനാലിസിസ് ടു എ പ്രോജക്റ്റ് വിച്ച് ആക്ച്വൽ ലോസ് വിൽ ബി വിത്തിൻ ദ ഗിവൻ ക്ലാസ്. അപ്പോൾ അവിടെ ആ ബേസ് അതായത് ആ ലോസിൻ്റെ എതിരെ എടുക്കുന്ന ഇൻഷുറൻസ് ലാസ്റ്റ് നമ്പർ പീപ്പിൾ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനി ഒരു സ്റ്റാറ്റിക്കൽ അനാലിസിസ് അവിടെ ചൂസ് ചെയ്യാം. ഈ പ്രോജക്റ്റിൻ്റെ ബേസിസ് ചൂസ് ചെയ്യാം. ഇതിനു വേണ്ടി ആക്ച്വൽ ലോസ് ഒരു ഇതിൻ്റെ ക്ലാസ്സിലായിരിക്കും. ദേ നോ ഓൾ ദ ഇൻഷുറൻസ് ഇൻഡിവിജ്വൽ വിൽ സഫർ ലോസ്. അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം എല്ലാവരും അവിടെ ലോസ് സഫർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ ഉണ്ടാവില്ല. സോ this allows the insurance company to operate profitability at the same time pay the claims. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാറ്റിക്കൽ അനാലിസിസ് എടുക്കണം. അതൊന്നുമില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സ്റ്റേബിളായിട്ട് പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതേസമയം അവർക്ക് പ്രീമിയം പേ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ അടുത്ത എന്താ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. 2 ടൈപ്പ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുണ്ട്, നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ബേസിസ് എടുക്കുന്ന ഇൻഷുറൻസ് ഹെൽഡ് ചെയ്യുന്ന കമ്പനിയാണ് ഇൻഷുറൻസ് കമ്പനി എന്നത്. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് വിച്ച് സെൽ ദ ലൈഫ് ഇൻഷുറൻസ്, ആനുറ്റി, പെൻഷൻ പ്രൊഡക്ട്സ്. അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയൊക്കെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്, ആനുറ്റി, പെൻഷൻ പ്രൊഡക്ട്സ് ചെയ്യും. പിന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ്, ഇതൊക്കെ ചെറിയ ചെറിയ വേർഡാണ്, നമുക്ക് ബ്രീഫിലായിട്ട് പറഞ്ഞു പോകാം. നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് പ്രോപ്പർട്ടിൻ്റെ ബേസിലും കാഷ്വാലിറ്റി ഇൻഷുറൻസ് കമ്പനി വിച്ച് സെൽ അതർ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. അതായത് പ്രോപ്പർട്ടിൻ്റെ ബേസിലും നമ്മൾ വെഹിക്കിളിൻ്റെ ബേസിലും എടുക്കുന്ന ഇൻഷുറൻസിനെ ഡീൽ ചെയ്യുന്ന കമ്പനിയാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പറയുന്നത്. പിന്നെ അടുത്തതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ. ഇതാണ് എൻ്റെ ലാസ്റ്റ് ടോപ്പിക് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയെ നമ്മളൊരു സ്മൂത്ത് ഫങ്ഷന് വേണ്ടി റെഗുലേറ്റ് ചെയ്യണം. അത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ റെഗുലേഷൻ ഓഫ് ഇൻഷുറൻസ് ഈസ് നെസസറി ടുഡേ ബിക്കോസ് സ്മൂത്ത് ഫങ്ഷൻ ഓഫ് ബിസിനസ് ഡിപ്പെൻഡ് ഓൺ ദ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് റിപ്പോർട്ടഡ് ബൈ ദ കസ്റ്റമർ ഇൻ സോൾവൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവരൊരു ഇൻഷുറൻസ് കമ്പനിയെ റെഗുലേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്മൂത്ത് ഫങ്ഷൻ ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കസ്റ്റമറിൻ്റെ ട്രസ്റ്റും കോൺഫിഡൻസിനും വേണ്ടിയിട്ടാണ് അവിടെ ഒരു റെഗുലേറ്ററി ഫങ്ഷൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ റെഗുലേറ്ററി ഫങ്ഷൻ ആണെന്ന് വെച്ചാൽ ദ മെയിൻ റെഗുലേറ്ററി ഫങ്ഷൻ പറയുന്നത് ഒന്ന് ഇൻഷുറൻസ് ആക്ട് 1938, രണ്ടാമത്തെ എന്താ ദ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956, പിന്നെ ദ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് ആണത് 1982, ദ മറൈൻ ഇൻഷുറൻസ് ആക്ട് 1963, ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1972. ഇതൊക്കെയാണ് അതൊരു മെയിൻ റെഗുലേഷൻ എന്ന് വെച്ചാൽ പറയുന്നത്. അപ്പോൾ അഡീഷണലി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോറിൻ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് 2000 ഇൻകം ടാക്സ് ആക്ട് 1961 ഒക്കെയാണ് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ആക്ടിൽ എന്താ ഡിഫൈൻ ചെയ്യുന്നത്? 4 കാറ്റഗറിൻ്റെ ബേസിൽ അവർക്ക് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് ലൈഫ്, ഫയർ, മൈൻ ആൻഡ് മിസ്ലേനിയസ്. ഇൻ ജനറലായിട്ട് 2 കാറ്റഗറി ഇൻഷുറൻസ് ചെയ്യുന്നത് ആ ലൈസൻസ് ലൈഫും ജനറലും. പിന്നെ അതിൽ IRD ആക്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. IRD ആക്ടും ഇതേപോലെ ഇൻഷുറൻസ് കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ, അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ, എഫക്റ്റീവ് ബിസിനസ്സിന് വേണ്ടിയിട്ടും അവരുടെ കമ്പനീനെ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. IRD ആക്ടിൻ്റെ 3 പറയുന്നുണ്ട് അവിടെ. അതിൻ്റെ 3 റെഗുലേഷൻ പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് 3 റെഗുലേഷൻ പറയുന്നതാണ്. According to Dr. C. Rangarajan, the regulatory framework in relation to the insurance company should seek to take care of 3 major concerns: protection of consumer interests, to ensure the financial soundness of the industry policy, and help the health growth of insurance market. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ആദ്യം എന്ത് പഠിച്ചു? ഇൻഷുറൻസ് എന്താണ് പഠിച്ചു. പിന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എന്താ പഠിച്ചു. പിന്നെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഇൻഷുറൻസ് കമ്പനി എന്താണ് പറഞ്ഞു. 2 ടൈപ്പ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുണ്ട്, നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുണ്ട്. പിന്നെ നമ്മൾ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഇൻഷുറൻസ് കമ്പനീസ് ഇന്ത്യയെ കുറിച്ച് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ താങ്ക് യു.